ചുരൽ കുട്ടയിലാണ് അടിപൊളി കേട്ടോ കാണാൻ. നമ്മൾ കണ്ടിട്ട് നമുക്ക് തന്നെ ഇതിന് അടുത്ത് ഇത് ഇതാണ്ടാ നോക്കിയാ ഇത് നോക്കിയേ എന്നെ ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ഡിസൈനൊക്കെ ഇങ്ങനെ കുറച്ചകത്തും കൂടെ പോകും. അതിമനോഹരമാണ്. ഇതിങ്ങനെ നിൽക്കുന്നത് വെച്ചാൽ നമ്മൾ വളച്ച് കെട്ടി നടക്കിരിക്കുന്നല്ലേ. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പൂത്ത് അതാണ് ഈ പൂക്കള്. നോക്ക്, അത് നല്ല വെറൈറ്റി, നല്ല ഇതിന് മണമുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, നല്ല മണമുണ്ട്. ഇത് കണ്ടതല്ല. ഹായ്, തുമ്പി ട്രാവലിൻ്റെ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അടിപൊളി ഒരു നഴ്സറിയാണ്. നഴ്സറി പേരെന്താണെന്ന് പറഞ്ഞേ? ശ്രീരഞ്ജന. ശ്രീരഞ്ജന, ശിവരഞ്ജന എന്നാണോ? ശിവരഞ്ജന എന്ന് പറയുന്ന അടിപൊളി ഒരു പ്ലാന്റിലേക്ക് വന്നിരിക്കുകയാണ്. ആന്ധ്രയിലെ കടുപ്പുളങ്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കുറേ നല്ല വെറൈറ്റി വൃക്ഷങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുമാരൻ എന്താണ് പറയാനുള്ളത്? പിന്നെ അതുപോലെ തന്നെ വഡ് ചെയ്ത് ഇങ്ങനെ നിർത്തിയിരിക്കുന്ന നമ്മുടെ വലിയ നാട്ടിലൊക്കെ വലിയ മരമായിട്ട് തോന്നിപ്പിക്കുന്ന കണക്കിനുള്ള അലങ്കാരമായിട്ടുള്ള ചെടികൾ ഇങ്ങനെ വലിയ വൃക്ഷത്തെ പോലെ അവർ വഡ് ചെയ്ത് ഇങ്ങനെ വളർത്തി നമുക്ക് പല മോഡലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പല വേരിയേഷനിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാക്കിലെ കണ്ടില്ലേ, കണ്ടേ, പറഞ്ഞേ. ഇത് കണ്ട ചൂരൽ മോഡലിൽ ചെയ്ത് നിർത്തിയിരിക്കുന്ന നമ്മളെ ചുരൽ കുട്ട പോലെ അതുപോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വെറൈറ്റി ചെടിയാണ്. അതിൽ ശരിക്കും പൂ മുകളിലാണ്, അത് മുകളിലോട്ട് ശരിക്കും പൂ പിടിക്കും. ഇതിൽ വിരിയുന്ന പൂക്കളാണ് ഈ കാണുന്ന സുന്ദരി കുഞ്ഞുങ്ങൾ കേട്ടോ. ഇങ്ങനെ ചെറിയ ചാഞ്ചല്യത്തിൽ ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുക. അതെ. ഇതിൽ നിന്ന് ഇങ്ങനെ ഇത് കണ്ടോ, ഇതൊക്കെ ഡിസൈൻ കണ്ടോ ചെയ്ത് വെച്ചിരിക്കുന്നത്, കൊത്തുപണി പോലെ. കൊള്ളല്ലേ. അതിൻ്റെ മേളിൽ പോയിട്ട് വിരിയുന്നതാണ് ഈ കാണുന്ന പൂക്കളെല്ലാം. എങ്ങനെയുണ്ട്? നല്ല റോസായിട്ട് വന്ന് കടു റോസ്, ഇള റോസ്, വെള്ള അല്ലേ, അങ്ങനെയല്ലാണ് അവസാനിക്കുന്നത് അല്ലേ. നല്ല പൂക്കളും അതുപോലെ എന്തായാലും മോഡൽ എന്തായാലും അടിപൊളിയായിട്ട് കൂജ പോലെ നോക്കിയേ. പാമ്പ് പെനഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുള്ളൂ. കണ്ടാൽ കഴിഞ്ഞാൽ അത്രയും നല്ല വലിയ പെരുമ്പാമ്പ് പോലെ ഇങ്ങനെ പെനഞ്ഞ് നിൽക്കുന്നതായിട്ട് ആ മോഡലിലാണ് അവർ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും നല്ല വെച്ചിട്ടേ ഉള്ളൂ. അത് ഇനി ഒരു 6-7 മാസം പിടിഞ്ഞത് ഇതുമായിട്ട് ബന്ധം ഇതായിട്ട് ജോയിന്റ് ആയോളും. ഇതെല്ലാം അതേ കണക്ക് നമ്മുടെ ഈ കണക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇത് എന്താണ് ഈ ജോയിന്റ് ആയിട്ടില്ല, കറക്റ്റ് ഇതാകാൻ വേണ്ടിയിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. കൊള്ളാം. ഇത് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ വലിയ അരയാലിന്റെ മോഡലിലാണ് ഈ ഡിസൈൻ ഇതിനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ മുകളിലോട്ടാണ് ഇത്. നല്ല ഹൈറ്റ് ഉണ്ട്, ഞങ്ങളെ കാട്ടിയ നല്ല ഹൈറ്റ് ഉണ്ട്. ഒരു എങ്ങനെ പോയാലും ഒരു 10-11 അടി പൊക്കത്തിൽ. ഇതൊക്കെ ആൾക്കാർ മേടിച്ചോണ്ട് പോകുന്നേ, ഇവിടുന്ന് ഇതെല്ലാം മേടിച്ചോണ്ട് പോകുന്നുണ്ട്. വലിയ വണ്ടി വന്നവർ ഓർഡർ ചെയ്ത് അവരപ്പോഴേ. ഈ മരത്തിന്റെ ഇത് പറഞ്ഞാൽ ഫ്രാൻസ് എന്നോ പാരീസ് അല്ലേ, പാരീസിന്റെ ഒരു വൃക്ഷമാണ്. അതും ഇതേപോലെ വലിയ മരത്തിന്റെ കൂട്ടാണ് അവർ ഇതിനെ വട്ടി നിർത്തിയിരിക്കുന്നത്. അതെ. ഇത് നമ്മൾ ജാമ്പയ്ക്ക എന്ന് പറയുന്നതിൻ്റെ കൂട്ട് തന്നെ അതിൻ്റെ ഇതല്ല, പക്ഷേ എങ്കിലും തെറ്റിപ്പൂവാണ്. ഇത് വെറൈറ്റി ഒരു തെറ്റിപ്പൂവാണ്. നല്ല കിന്നരി പോലെയുള്ള ഡിസൈനും കാര്യങ്ങളാണ്. അതെ. അതിൻ്റെ മൊട്ടുകളൊക്കെ നല്ല കിട്ടുവാണ് കേട്ടോ. തുടക്കത്തിൽ കാണാൻ നല്ല ഒരു കാഴ്ചയാണല്ലേ. ഇത് പിന്നെ റൂബി മരം നമ്മളെ ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റത്തിൽ പെടുന്നതാണ്. ഇതിന്റെ ഇലകൾക്കൊക്കെ വേറൊരു രീതിയിലുള്ള നമ്മളെ സൂര്യാന്തി മരം പോലെ. അതെ. ഇത് കണ്ടോ, ഡയമണ്ട് ഇട്ട് അവർ ഡിസൈൻ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ ബഡ് ചെയ്തിട്ട് അവർ ഇങ്ങനെ അതേപോലെ ഡെക്കറേഷൻ ചെയ്തെടുത്തിരിക്കുകയാണ്. അതിന്റെ ഇങ്ങനെ പച്ചപ്പുകൾ ഇങ്ങനെ അതിങ്ങനെ തന്നെ ആയിരിക്കും അത് പോകുന്നല്ലേ. മൊത്തത്തിൽ ഇങ്ങനെ ഈ ഒരു ഇതിൽ തന്നെ പോയിട്ട് ലാസ്റ്റ് ഇത് ഇങ്ങനെ ഒറ്റ ഹൈറ്റിനായിട്ടാണ് പോകുന്നത്. അതെ. അത് തന്നെ കേട്ടോ. അതായത് നമ്മൾ നേരത്തെ കാണിച്ച അതിൻ്റെ അത് തന്നെ അതിൻ്റെ മൂട്ടുന്ന അവർ ഇനി വേറെ ഒരു വെറൈറ്റി സംഭവം പോലെയാണ് അവർ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അതും കാണാൻ നല്ല ഇതാണ്. പക്ഷേ ഇത് ഇനി 3 ശിഖരങ്ങളായിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നതായിട്ടാണ്. ഇത് നോക്കി വല്ല കയറ് ചുറ്റുന്നത് പോലെ അല്ലേ, വളയം വെച്ചിരിക്കുന്നത് പോലെ. ഇത് വേറൊരു ഇതെന്ന് പറയുന്നത് നമ്മളെ നാട്ടിലൊക്കെ അരയാലിൻ്റെ വള്ളികൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കൃഷ്ണമ്പലത്തിലൊക്കെ കൂടുതലും കാണാനുള്ള ഈ അരയാലിൻ്റെ കൂട്ടാണ് അതിൻ്റെ ഈ മരത്തിൻ്റെ ഷേപ്പ് നിൽക്കുന്നത്. ഇതും അതിൽപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്, വെറൈറ്റിയാണ്.
അടുത്ത നല്ല ഇത് അത് അടുത്തത് കണ്ടതാ ഈ പൂജാര കൂട്ട് ആ കണ്ടു കഴിഞ്ഞാൽ നോട്ടത്തിലൊരു പൂജ അതെ. തോന്നിപ്പിക്കും. അതും ഇതേപോലെ വട്ടി ചെയ്ത് അവരിങ്ങനെ നിർത്തിയിരിക്കുന്ന ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ പിന്നെ എത്ര വേണമെങ്കിൽ നമുക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ നിർത്താനില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബട്ട് ചെയ്ത് എടുക്കുക. അല്ല ബട്ട് ഇനി അടുത്ത ആ ഒരു ഈ കമ്പ് ഉണ്ടോ? കമ്പ് ഉണ്ട്. അത് ഇവിടെ ഇങ്ങനെ വട്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അവിടെ നിന്ന് ഒരു ശിഖരം പുതിയതൊരു ശിഖരം അവർ അവിടെ പുനർജനിക്കുകയാണ്. അതെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് വളരെ ചൂരലിലൊക്കെ ചൂരൽ കുട്ടയിലാണ് അടിപൊളി കേട്ടോ കാണാൻ. നമ്മൾ കണ്ടിട്ട് നമുക്ക് തന്നെ ഇതിനകത്ത് ഇത് കണ്ടാ നോക്കിയാ ഇത് നോക്കിയേ എന്നെ ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ഡിസൈനൊക്കെ ഇങ്ങനെ കുറച്ചകത്തും കൂടെ പോകും. അതിമനോഹരമായി ഇത് ഇങ്ങനെ നിൽക്കുന്നത് വെച്ചാൽ നമ്മൾ വളച്ച് കെട്ടി നടക്കിരിക്കുന്നല്ലേ. ഇത് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പൂത്ത് അതാണ് ഈ പൂക്കള്. നോക്ക്, അത് നല്ല വെറൈറ്റി അല്ലേ, നല്ല ഇതിന് മണമുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, നല്ല മണമുണ്ട്. ഇത് കണ്ടതല്ല, ഇതൊക്കെ നമ്മള് മറ്റേ സിറാമിക്കിൽ ചെയ്ത് നിർത്തിയിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. സിറാമിക് പൂജാണക്കാണ് പല മോഡലിലേഷൻ അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നല്ല അവര് അതിൻ്റെതായ ബുദ്ധിമുട്ട് ഒരു നടത്തിയാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഈ നൂല് കെട്ടിന്റെ ഇതിലാണ് അങ്ങനെ നൂല് ഇങ്ങനെ വടി ഇതിന്റെ ഇടയ്ക്ക് അവർ നൂലൂടെ കയറ്റി വിടും. കാരണം ഇതിന്റെ ഡിസൈൻ തെറ്റാതിരിക്കാൻ വേണ്ടി അവർ ഇതിനെ നിർത്തി അത് കറക്റ്റ് ആയിട്ട്. അടുത്തുണ്ട് ഒരു വേറെ ഒരു വെറൈറ്റി നോക്കണം. കണ്ടോ അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ചൂരലിൽ ചെയ്ത് നിർത്തിയിരിക്കുന്നേ തോന്നുള്ളൂ, ചൂരലാണെന്നേ തോന്നുള്ളൂ. നോക്ക് ഇവിടെയൊക്കെ നോക്കിയാ അയ്യോ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. നമ്മൾ തൊട്ട് നോക്കിയാൽ ചൂരലല്ല സംഭവം, ചെടി തന്നെയാണ്. അതൊക്കെ കലക്കി കേട്ടോ. അതിങ്ങനെ പല മോഡലിൽ അവരിങ്ങനെ ബട്ട് ചെയ്തിട്ടുണ്ട്. അതെ, സൂപ്പർ അല്ലേ കാണാൻ. ലെമൺ യെല്ലോ ആണ്. അതെ ലെമൺ യെല്ലോ കളറാണ്. കറക്റ്റ്, നല്ല കളറുണ്ട്. അതായത് മൊത്തം ആ തയ്യല്ലേ. അതെ തന്നെ ചുവപ്പ് കളറിൽ പിടിക്കുന്ന ജാമ്പയ്ക്കാണ്. അതും പൂത്ത് നിൽക്കുകയാണ്. ഇത് നല്ല ടേസ്റ്റ് ആണെന്നാണ് അവർ പറയുന്നത്. നമ്മളെ ഫാഷൻ ലൈറ്റ് അതിന്റെ മോഡലല്ലേ, ഹാർഡിലൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കുന്ന ലൈറ്റിന് കൊച്ചു ലൂമിന ലൈറ്റുകളൊക്കെ അതാണ് പിടിച്ചിങ്ങനെ നിൽക്കുന്നത്. കൊള്ളാം അല്ലേ. ഈ സൈഡിന് ഇങ്ങനെ പിടിക്കാം. ഇതിൽ മുള്ളൊന്നുമില്ല, ഓലയ്ക്ക് ഇതിന് മുള്ളില്ലാത്ത ടൈപ്പാണ്. ഇത് എന്തായാലും കിട്ടു കളറാണല്ലേ ഈ ആന്തോറിയം. സൂപ്പർ സംഭവമാണ്. നല്ല ഇത് കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കണക്കല്ലേ ഇരിക്കുന്നത്. അതെ ആന്തോറിയം നല്ല കളർ, പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നല്ലേ, റെഡ്.